Our topic is the controls used in a refrigeration system. Refrigeration systems നമ്മൾ ഓൾറെഡി അറിയാം, ഇവാപ്പറേറ്റർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, കംപ്രസർ ഉണ്ട്, എക്സ്പാൻഷൻ ഡിവൈസസ് ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൺട്രോളുകൾ. അതായത് കംപ്രസറിന് വേണ്ട കൺട്രോൾസ് ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ പ്രഷർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഷർ വളരെ താഴ്ന്നു കഴിഞ്ഞാലൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടാകും. അപ്പോൾ നമ്മളതിൽ കുറച്ചെണ്ണമാണ് നോക്കാൻ പോവുക. ഇപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് റിലേ. കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ മോട്ടർ വേണം. അപ്പോൾ ആ മോട്ടർ ആദ്യം ഇനീഷ്യൽ ടോർക്ക് അതിന് വേണം. അപ്പോൾ അതിനു വേണ്ടി ഒരു റിലേ സിസ്റ്റം ഉണ്ടാകും. ആ റിലേ സിസ്റ്റം ആയിരിക്കും ആദ്യം ഇനീഷ്യൽ ടോർക്ക് കൊടുത്ത് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ റിലേ സിസ്റ്റം പിന്നെ കട്ടാകും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം മോട്ടറിനുണ്ടാകും. It provides starting torque required by motor for it to start. When electric current passes through a running winding and starting relay, the armature is pulled, closing starting winding contacts due to electromagnetism. അതായത് ആദ്യം മോട്ടർ കറങ്ങുന്നു, അല്ലെങ്കിൽ ഇനീഷ്യൽ ഒരു ടോർക്കിന് വേണ്ടി സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും അതുപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ്ങും ഉണ്ടാകും. Then current through a starting winding provides a starting torque to start the motor. അപ്പോൾ ആദ്യം ഇനീഷ്യലി മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ് ആയിരിക്കും. ആസ് മോട്ടർ സ്പീഡ് ഇൻക്രീസസ്, കറണ്ട് ത്രൂ മോട്ടർ വൈൻഡിങ് ഡിക്രീസസ്, ദസ് ഡിസ്കണക്റ്റിംഗ് സ്റ്റാർട്ടിങ് വൈൻഡിങ്. അപ്പോൾ മോട്ടർ നോർമലായിട്ട് റൺ ചെയ്തൊരു സ്പീഡ് അറ്റൈൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ് പതുക്കെ കട്ടാകും. അപ്പോൾ നമുക്ക് ഡയഗ്രം നോക്കാം. ഡയഗ്രത്തിലേക്ക് കാണുന്നതാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്, അതുപോലെ റണ്ണിങ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ കറണ്ട് കട്ട് ചെയ്യാനും ഉള്ള ഒരു റിലേ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് ആവശ്യം വരിക ആദ്യം ഇനീഷ്യലായിട്ട് ഒരു ടോർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്തതാണ് ഓവർലോഡ് പ്രൊട്ടക്ടർ. ആ പേര് പോലെ തന്നെയുണ്ട്. ഓവർലോഡ് വരികയാണെങ്കിൽ ആ ഓവർലോഡിങ്ങിൽ നിന്ന് സേഫ് ആക്കുക, അതിനുവേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഇറ്റ് ഫങ്ഷൻ ടു പ്രൊട്ടക്റ്റ് കംപ്രസർ വൈൻഡിങ്. കംപ്രസർ വൈൻഡിങ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, മോട്ടർ വൈൻഡിങ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. കാരണം കംപ്രസർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടർ, അപ്പോൾ ആ മോട്ടറിൻ്റെ വൈൻഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഓവർലോഡ് പ്രൊട്ടക്ടർ വർക്ക് ചെയ്യുക. ടു പ്രൊട്ടക്ട് ദ മോട്ടർ വൈൻഡിങ് ഫ്രം എക്സസീവ് കറണ്ട്, ദസ് പ്രിവെൻറ്റിങ് ഡാമേജ് ഡ്യൂ ടു ഓവർലോഡിങ്. അതായത് മോട്ടർ ഓവർലോഡിങ് സംഭവിച്ച് മോട്ടർ വൈൻഡിങ് കത്തിപ്പോകാതിരിക്കുക, അല്ലെങ്കിൽ മോട്ടർ വൈൻഡിങ്ങിലേക്ക് എക്സസീവ് കറണ്ട് വന്നുകൊണ്ട് അത് ഡാമേജ് ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഓവർലോഡ് പ്രൊട്ടക്ടർ വർക്ക് ചെയ്യുക. ഇറ്റ് ഹാസ് ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ആൻഡ് ദിസ് സ്ട്രിപ്സ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് ബെൻഡ്സ് വെൻ ഓവർലോഡിങ് ഒക്കേഴ്സ്. ഇത് ഈ ഒരു ഓവർലോഡിങ് പ്രൊട്ടക്ടർ വർക്ക് ചെയ്യുക ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഡിവൈസാണ്. അതായത് ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സ്ട്രിപ്പാണ്. അതിൽ രണ്ട് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷനുള്ള മെറ്റലുകൾ ജോയിൻ ചെയ്തിരിക്കുന്നു. അതായത് ഒരു മെറ്റലിന് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതലും ഒരു മെറ്റലിന് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കുറവുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ബൈമെറ്റാലിക് മെറ്റലിന് ഒരു ഇതുണ്ടാകും. അതായത് ബൈമെറ്റാലിക് സ്ട്രിപ്പ് വളയും, അതായത് അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കൂടിയ മെറ്റൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കുറഞ്ഞത് അത്ര എക്സ്പാൻഡ് ആവുകയില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മെറ്റൽ, അതായത് രണ്ട് മെറ്റലുകൾ ജോയിൻ ചെയ്ത ആ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ എന്ന ഒരു പ്രിൻസിപ്പിൾ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ബൈമെറ്റാലിക് സ്ട്രിപ്പിലൂടെ എക്സസീവായിട്ട് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് ഓവർ ഹീറ്റ് ആവുന്നു. അപ്പോൾ അതുമൂലം അത് ബെൻഡാവുന്നു. അത് ബെൻഡാവുമ്പോൾ കണക്ഷൻ എന്ന് പറയുന്നത് കട്ടാകുന്നു. അങ്ങനെ മോട്ടർ ഓഫ് ആകുന്നു. ഇറ്റ് ഹാസ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആൻഡ് ദിസ് സ്ട്രിപ്പ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് ബെൻഡ്സ് വെൻ ഓവർലോഡിങ് ഒക്കേഴ്സ്. Thereby it opens the motor contacts and again കറണ്ട് കുറയുന്ന സമയത്ത് അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുകയും കറണ്ട് മോട്ടറിലേക്ക് സപ്ലൈ ചെയ്യുകയും അങ്ങനെ മോട്ടോർ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷനും കൂടെ നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. അപ്പോൾ ഇവിടെ രണ്ട് കോണ്ടാക്റ്റ് ഉണ്ട്, മോട്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്ന കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ
കറണ്ട് കൂടുന്ന സമയത്ത് ഈ കാണുന്ന ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഹോട്ടാകുകയും അത് ബെൻഡ് ആവുകയും ചെയ്യും. ബെൻഡ് ആവുന്ന സമയത്ത് ഇവിടെയുള്ള കണക്ഷൻ നഷ്ടപ്പെടും. അപ്പോൾ മോട്ടർ ഓഫാകും. ഇനി നോർമൽ കണ്ടീഷനിലേക്ക് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് എഗെയിൻ മോട്ടർ റണ്ണാകും. അപ്പം ഇത്തരത്തിൽ ഓവർലോഡിങ് ഹൈ കറണ്ട് മോട്ടറിലേക്ക് വന്ന് മോട്ടർ വൈൻഡിങ്ങുകൾ കേടാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷനാണ് ഇത്തരത്തിൽ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിലൂടെ ചെയ്യുക. അപ്പോൾ abnormal behavior like overloading of compressor is due to low voltage, high load, etc. The overload protector is placed on compressor body which operates when heat produced due to current flow through bimetallic strip and heater element. Okay. ഇനി അടുത്തതാണ് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് കൺട്രോൾസ് ദ റെഫ്രിജറേറ്റേഴ്സ് ടെമ്പറേച്ചർ. ഇപ്പോൾ റെഫ്രിജറേറ്ററിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് തെർമോസ്റ്റാറ്റ്. അതായത് നമ്മൾ നേരത്തെ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെമ്പറേച്ചർ അതിനേക്കാളും താഴ്ന്നു പോകുന്ന സമയത്ത് കംപ്രസർ ഓട്ടോമാറ്റിക്കലി കട്ടായി കഴിഞ്ഞ് എഗെയിൻ ആ ഒരു റെഫ്രിജറേറ്ററിനകത്തെ ടെമ്പറേച്ചർ വീണ്ടും റൈസ് ആവുന്ന കേസിൽ പിന്നെയും കംപ്രസറിനെ വർക്ക് ചെയ്യിപ്പിച്ച് എഗെയിൻ നമ്മൾ എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണം. അപ്പോൾ അതായത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലേക്കും പോകാൻ പാടില്ല റെഫ്രിജറേറ്റർ, ഹയർ ടെമ്പറേച്ചറിലേക്കും പോകാനും പാടില്ല. താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് പോവുകയാണെങ്കിൽ കംപ്രസറിനെ കട്ട് ചെയ്യണം. ഇനി ഹൈ ടെമ്പറേച്ചറിലേക്ക് റെഫ്രിജറേറ്റർ പോവുകയാണെങ്കിൽ കംപ്രസർ ഓൺ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ടെമ്പറേച്ചറിലേക്ക് റെഫ്രിജറേഷൻ സിസ്റ്റം എത്തിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ കംപ്രസറിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓൺ ആക്കുക, ഓഫ് ആക്കുക, അതിനുവേണ്ടിയാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്യുക. തെർമോസ്റ്റാറ്റ് ബൾബ് ഈസ് clamped to the evaporator or freezer. Bulb is charged with a few drops of refrigerant. Thermostat is set to maintain different temperature at a time. നമുക്ക് അതിൻ്റെ ഡയഗ്രാം നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലൊരു ബൾബുണ്ട്, അത് ഇവാപ്പറേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവാപ്പറേറ്റർ ബൾബിനകത്തുള്ളതും സെയിം റെഫ്രിജറൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഈ ബൾബിലെ ടെമ്പറേച്ചറും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ ഈ ബൾബിനകത്ത് ബിൽഡപ്പ് ചെയ്യും. ആ പ്രഷർ മൂലമാണ് ഇവിടെ ഈ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുക. അതായത് ഇൻ കേസ് ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് കരുതുക, അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും വളരെ കൂടിയ ടെമ്പറേച്ചറിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? കംപ്രസറിനെ ഓൺ ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. ഇനി അതല്ല, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്നൊരു ടെമ്പറേച്ചറിലേക്ക് പോയി, ആ സമയത്ത് കംപ്രസറിനെ ഓഫ് ചെയ്യണം. അപ്പോൾ കംപ്രസറെ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് മോട്ടറിനെ ഓൺ ചെയ്യുക, മോട്ടറിനെ ഓഫ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു സിസ്റ്റം. അപ്പോൾ മോട്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ കറണ്ടിനെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വേണ്ടി നമ്മൾ ഇത്തരത്തിലൊരു തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നു. When desired temperature is reached, thermostat bulb senses it. The liquid present in bulb compresses and bellows of the thermostat operates, opening compressor motor contact and compressor is stopped. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബൾബിനകത്തെ ആ ഒരു ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ മൂലം തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്തു, മോട്ടറിനെ ഓഫ് ചെയ്യുന്നു. കാരണം ഇനിയും മോട്ടർ ഓൺ ചെയ്ത് കംപ്രസർ വർക്ക് ചെയ്താൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്നൊരു ടെമ്പറേച്ചറിലേക്ക് പോകും. പക്ഷെ അതല്ല ആവശ്യം, നമുക്ക് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. സോ ആ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്താൽ അപ്പോൾ കംപ്രസറിനെ ഓഫ് ചെയ്യും. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കംപ്രസർ മോട്ടർ സ്റ്റോപ്സ് ഈസ് കോൾഡ് കട്ട് ഔട്ട് ടെമ്പറേച്ചർ. അപ്പം ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ കംപ്രസർ ഓഫ് ആക്കേണ്ടത് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ കട്ട് ഔട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി വെൻ ദർ ഈസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഇനിയിപ്പോൾ കംപ്രസർ ഓഫായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും കുറച്ചുകൂടെ കൂടി, അങ്ങനെ ഒരു കേസ് ഉണ്ടായാൽ വെൻ ദർ ഈസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, bellows of thermostat operates, closing compressor motor contact, thus liquid in the bulb expands and compressor is started. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുന്നൊരു കേസ് വന്നാൽ എന്ത് സംഭവിക്കും? ഈ കോണ്ടാക്റ്റ് ക്ലോസ് ആകുന്നു. ദെൻ കറണ്ട്
മോട്ടറിലേക്ക് കൊടുക്കുന്നു, മോട്ടർ വർക്ക് ചെയ്യുന്നു, കംപ്രസർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അഗെയിൻ സിസ്റ്റത്തിനകത്ത് ഹീറ്റ് റിമൂവ് ചെയ്ത് നമ്മുടെ സിസ്റ്റം ആ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് പോകുന്നു. അപ്പോൾ ആ കംപ്രസർ ഓൺ ആക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ കട്ടിംഗ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ദ കട്ടിംഗ് ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കംപ്രസർ മോട്ടർ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ കംപ്രസറിൻ്റെ മോട്ടർ ഓഫ് ആകേണ്ട ഒരു ടെമ്പറേച്ചറുണ്ട്, ഓൺ ആകേണ്ട ഒരു ടെമ്പറേച്ചറുണ്ട്. അപ്പോൾ ആ ഒരു അതായത് സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് പോയി ഒരു ലിമിറ്റ് കഴിയുമ്പോൾ റിലേ കണക്ഷൻ കട്ടായി മോട്ടർ ഓഫ് ആകുന്നു. ഇനി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടി ഒരു കട്ടിംഗ് ടെമ്പറേച്ചർ, കുറച്ചുകൂടെ കൂടി ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ കണക്ഷൻ വീണ്ടും ഓൺ ആകുന്നു, മോട്ടർ വർക്ക് ചെയ്യുന്നു. ദെൻ ഹൈ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് പ്രൊട്ടക്ട്സ് ദ കംപ്രസർ ആൻഡ് സിസ്റ്റം എഗെയിൻസ്റ്റ് എക്സസീവ് പ്രഷർ. അപ്പോൾ നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്തെ പ്രഷർ കണ്ടമാനം കൂടുകയാണെങ്കിൽ ആ ഒരു കേസിൽ ആ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഹൈ പ്രഷർ സ്വിച്ച് വർക്ക് ചെയ്യുക. വെൻ ദ ഡിസ്ചാർജ് പ്രഷർ എക്സീഡ്സ് ദ സേഫ് ലിമിറ്റ് ഇറ്റ് ഓപ്പൺസ് സ്റ്റോപ്പിംഗ് ദ കംപ്രസർ. അപ്പോൾ ഡിസ്ചാർജ് പ്രഷർ എക്സസീവായിട്ട് കൂടുന്ന ഒരു കേസ് സംഭവിക്കുകയാണെങ്കിൽ കംപ്രസറിനെ സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഹൈ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് വർക്ക് ചെയ്യുക. ലോ പ്രഷർ സ്വിച്ച് പുട്സ് ഓഫ് ദ കംപ്രസർ വെൻ ദ സക്ഷൻ പ്രഷർ ഓഫ് എ കംപ്രസർ ഫാൾസ് ബിലോ എ സെറ്റ് പോയിന്റ്. അപ്പോൾ സക്ഷൻ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചിനേക്കാളും വാൽവിനേക്കാളും വളരെ താഴ്ന്ന ഒരു കേസിലേക്ക് ഈ സക്ഷൻ പ്രഷർ പോവുകയാണെങ്കിൽ ദെൻ കംപ്രസറിനെ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് ലോ പ്രഷർ സ്വിച്ച്. ദെൻ ഫ്യൂസിബിൾ പ്ലഗ്. It is a metal fitting filled with a fusible soft metal which will melt and blow off when the temperature rises beyond the value for which is rated. അതായത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ വരുന്ന റീജിയനിലാണ് ഈ ഫ്യൂസിബിൾ പ്ലഗ് വെക്കുക. അതായത് ടെമ്പറേച്ചർ, ആ ഒരു സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും വളരെയധികം കൂടുന്ന ഒരു കേസ് ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫ്യൂസിബിൾ പ്ലഗ്, ആ ഫ്യൂസ് പ്ലഗിനകത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, അത് മെൽറ്റാകും. അത് മെൽറ്റാകുന്നതോടെ ഇത് സംഭവിക്കും, ഈ റെഫ്രിജറൻറ്റിനെ അത് ഒഴുക്കി പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ ഈ ഒരു സിസ്റ്റം സ്റ്റോപ്പാകും. ദിസ് ഈസ് ഫിക്സഡ് ഓൺ ദ കണ്ടൻസർ റിസീവർ. വെൻ പ്രഷർ റൈസസ്, ഇനി പ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, റൈസസ് ബിയോണ്ട് എ സേഫ് പോയിന്റ് ദ പ്ലഗ് വിൽ ബ്ലോ ഔട്ട് റിലീസിങ് ദ എൻറ്റയർ റെഫ്രിജറൻറ്റ് ചാർജ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ അതായത് ടെമ്പറേച്ചറോ പ്രഷറോ ഇത് രണ്ടും കൂടുന്ന ഒരു കേസ്, അത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉള്ളത് റിസീവർ അല്ലെങ്കിൽ കണ്ടൻസർ സെക്ഷനിലാണ്. അങ്ങനെ ഒരു ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാളും കൂടുന്നൊരു കേസ് ഉണ്ടാകുകയാണെങ്കിൽ ഫ്യൂസിബിൾ പ്ലഗ് വർക്ക് ചെയ്യുന്നു. ദെൻ ആ സിസ്റ്റത്തിനകത്തുള്ള എൻറ്റയർ റെഫ്രിജറന്റിനെ പുറത്തേക്ക് കളയുന്നു. ദ ടെമ്പറേച്ചർ പ്രഷർ റേറ്റിംഗ് ഓഫ് ദ പ്ലഗ് ഈസ് സ്റ്റാമ്പ്ഡ് ഓൺ ഇറ്റ്സ് ബോഡി. അപ്പോൾ എത്രയാണ് ആ റേറ്റഡ് പ്രഷർ ടെമ്പറേച്ചർ എന്നുള്ളത് ആ ഫ്യൂസിബിൾ പ്ലഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അടുത്താണ് ഓയിൽ സേഫ്റ്റി സ്വിച്ച്. ഇനി ഓയിൽ സേഫ്റ്റി സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണ്? ആൻ ഓയിൽ സേഫ്റ്റി സ്വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ദീസ് കംപ്രസേഴ്സ് ടു സ്റ്റോപ്പ് ദ കംപ്രസർ വെൻ ഇറ്റ്സ് നെറ്റ് ഓയിൽ പ്രഷർ ഫാൾസ് ബിലോ ദ സേഫ് ഓയിൽ. അപ്പോൾ ഓയിൽ പ്രഷറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും താഴെ പോയി കഴിഞ്ഞാൽ കംപ്രസറിനെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് ഓയിൽ സേഫ്റ്റി സ്വിച്ച്. Then motor winding protection thermostat and bearing thermostat. This thermostat is embedded in the winding of the compressor motors to stop it when its winding temperature exceeds the safe limit. അതായത് മോട്ടർ വൈൻഡിങ് അതിൻ്റെ ടെമ്പറേച്ചർ ഒരു ലിമിറ്റിനേക്കാളും കൂടുന്നൊരു കേസ് ഉണ്ടാകുകയാണെങ്കിൽ മോട്ടറിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് മോട്ടർ വൈൻഡിങ്ങിന് വേണ്ടിയുള്ള തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുക. ഇനി അടുത്തത് ബിയറിംഗ് തെർമോസ്റ്റാറ്റ് ആണ്. ബിയറിംഗ് തെർമോസ്റ്റാറ്റ് ഇൻസൈഡ് ഇൻ ബിയറിംഗ്സ് സ്റ്റോപ്പ് ദ എക്യുപ്മെൻറ്റ് വെൻ ദ ബിയറിംഗ് ടെമ്പറേച്ചർ എക്സീഡ്സ് ദ സേഫ് പോയിന്റ്. അപ്പോൾ അതുപോലെ തന്നെ ബിയറിംഗ് ടെമ്പറേച്ചർ എക്സീഡ് ആവുകയാണെങ്കിലും മോട്ടറിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ബിയറിംഗ് തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുക. ഇനി അടുത്തത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. Capacity of equipment like a compressor, fan or pump is directly proportional to their speed. So a modulation of the system capacity with the varying load on the system can be achieved by varying the equipment speed. അപ്പോൾ അതായത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ
ലോഡ് വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കംപ്രസറിൻ്റെ സ്പീഡ് വേരി ചെയ്യിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് യൂസ് ചെയ്യുക. ഇപ്പോൾ കംപ്രസറിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്നത് മോട്ടറാണ്. അപ്പോൾ മോട്ടറിന് കൊടുക്കുന്ന ആ ഒരു കറണ്ട് അതിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു. ആ സപ്ലൈ മോട്ടറിലേക്ക് കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി വേരി ചെയ്തുകൊണ്ട് ലോഡ് വേരിയേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് കംപ്രസറിനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൻ്റെ. By varying the frequency of the power supply to the motors, their speed and so capacity can be varied. This is achieved through variable frequency drive. അപ്പോൾ അതാണ് നമ്മുടെ മോഡ്യൂൾ 4-ലെ ടോപ്പിക്സുകൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു.